നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. 10th പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട മുൻവർഷ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുടെയും ഡിസ്കഷനാണ്. അപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, എന്നാണ് ദേശീയ ശാസ്ത്ര ദിനം ആചരിക്കുന്നത്? ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനം. എന്തുകൊണ്ടാണ് ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത്? 1928 രാമൻ ഇഫക്റ്റ് കണ്ടെത്തിയതിന്റെ സ്മരണാർത്ഥമാണ് എല്ലാ വർഷവും ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത്. അപ്പോൾ രാമൻ ഇഫക്റ്റ് കണ്ടെത്തിയത് ആരാണ്? CV രാമൻ. 1928 കണ്ടെത്തിയത്. 1930 ഇദ്ദേഹത്തിന് രാമൻ ഇഫക്റ്റ് കണ്ടെത്തിയതിന് നൊബേൽ സമ്മാനം ലഭിക്കുകയും ചെയ്തു. എന്താ ഈ രാമൻ ഇഫക്റ്റ്? ചില ദ്രാവകങ്ങളിലും ഖരപദാർത്ഥങ്ങളിലും വിദ്യുത് കാന്തിക വികിരണങ്ങൾക്ക് പ്രകീർണനം സംഭവിക്കുമ്പോൾ പ്രകീർണന വികിരണത്തിന്റെ ആവൃത്തി വ്യത്യാസപ്പെടുന്ന പ്രതിഭാസമാണ് രാമൻ ഇഫക്റ്റ്. അപ്പൊ ചില ദ്രാവകങ്ങളിലും ഖരപദാർത്ഥങ്ങളിലും വിദ്യുത് കാന്തിക വികിരണങ്ങൾക്ക് പ്രകീർണനം സംഭവിക്കുമ്പോൾ പ്രകീർണന വികിരണത്തിന്റെ ആവൃത്തി വ്യത്യാസപ്പെടുന്ന പ്രതിഭാസമാണ് ഏത്? രാമൻ ഇഫക്റ്റ്. ഇനി UN സുസ്ഥിര വികസനത്തിനായുള്ള അന്താരാഷ്ട്ര അടിസ്ഥാന ശാസ്ത്ര വർഷമായി ആചരിച്ചത് എന്ന്? 2022. 2022. അപ്പോൾ ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനം എന്ന് പറഞ്ഞു. 2024 ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ തീം എന്താണ് എന്ന് ചോദിച്ചാൽ ഇൻഡിജീനിയസ് ടെക്നോളജീസ് ഫോർ വികസിത് ഭാരത് എന്നതാണ്. ഇൻഡിജീനിയസ് ടെക്നോളജീസ് ഫോർ വികസിത് ഭാരത് എന്നതാണ് ദേശീയ ശാസ്ത്ര ദിനം 2024 തീം. 2023 തീം എന്തുവായിരുന്നു? ആഗോള ശാസ്ത്രം ആഗോള ക്ഷേമത്തിനായി, അതായത് ഗ്ലോബൽ സയൻസ് ഫോർ ഗ്ലോബൽ വെൽ ബീയിങ്. ആഗോള ശാസ്ത്രം ആഗോള ക്ഷേമത്തിനായി. ഓക്കെ, അടുത്ത ചോദ്യം, ഏത് വർഷമാണ് അന്താരാഷ്ട്ര സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും വർഷമായി തുർക്ക്മെനിസ്ഥാനിൽ നടത്തിയ UN ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത്? ഉത്തരം 2021. 2021. അപ്പൊ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ 10th പ്രിലിംസ്, 10th മെയിൻസ്, ബെഫ്കോ LD, VFA, കമ്പനി LGS, ഫയർമാൻ മുതലായ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റിലേറ്റഡ് ഫാക്ട്സിന്റെ ക്ലാസ് എല്ലാ കോഴ്സ് എടുക്കുന്ന ആൾക്കാർക്കും PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, ഫുൾ സിലബസ് കവറേജ് ആയിട്ടുള്ള ക്ലാസ്, അതുപോലെ ഡൗട്ട് ക്ലിയറിംഗ് എല്ലാം കൂടി ഒരുമിച്ചുള്ള പാക്കേജ് ആണ്. ഇപ്പോൾ അടുത്ത വർഷം അവസാനം വരെയൊക്കെ 2025 വരെയൊക്കെ, December 31 വരെയൊക്കെ 10th പ്രിലിംസിന്റെ വാലിഡിറ്റി ഉണ്ട്. 10th പ്രിലിംസ് ഓൺലി ബാച്ചിന്റെ വാലിഡിറ്റി 2025 അവസാനം വരെയാണ്. അപ്പോൾ അതിന്റെ ഇടയ്ക്ക് വരുന്ന പ്രിലിംസിന്റെ പരീക്ഷ എല്ലാം എഴുതാൻ ആ ഒരു കോഴ്സ് തന്നെ നിങ്ങൾ എടുത്താൽ മതി. പിന്നെ ബാക്കി ഇനിയുള്ള പരീക്ഷയ്ക്കുള്ള കോഴ്സുകളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏതാണോ വേണ്ടത് അത് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ ഓരോ വീഡിയോയും അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഹർഷിതം എഡ്യൂടെക് ആപ്പിലാണ് ക്ലാസ് വരുന്നത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. ഇനി വരുന്ന പരീക്ഷകളെല്ലാം ക്രാക്ക് ചെയ്യുക. 2025 ഒരു സർക്കാർ ജോലി നേടിയെടുക്കും എന്ന് ദൃഢനിശ്ചയമെടുത്ത് ഇപ്പോൾ തന്നെ മൈൻഡ് സെറ്റ് ആക്കി പഠിച്ചു തുടങ്ങിക്കൊള്ളാം. ഓക്കെ, 2023 ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആണ്. ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് 2023. 2024 ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്യാമലിഡ്സ്. ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്യാമലിഡ്സ് ആണ് 2024. 2025 ഇന്റർനാഷണൽ ഇയർ ഓഫ് ഗ്ലേസിയേഴ്സ് പ്രിസർവേഷൻ. ഇന്റർനാഷണൽ ഇയർ ഓഫ് ഗ്ലേസിയേഴ്സ് പ്രിസർവേഷൻ ആണ് 2025 എന്ന് ഓർക്കുക. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ശരിയല്ലാത്തത് ഓപ്ഷൻ D ആണ്. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ഖൈബർ ചുരം ഇന്ത്യയെയും ഭൂട്ടാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്നല്ലേ? ഖൈബർ ചുരം ബന്ധിപ്പിക്കുന്നത് പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിലാണ്. പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ. ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള കര അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണ്. ശരി.
ഗൾഫ് ഓഫ് മാന്നാറും പാക് കടലിടുക്കും ഇന്ത്യയും ശ്രീലങ്കയും വേർതിരിക്കുന്നു. ശരിയാണ്. റാഡ്ക്ലിഫ് രേഖ ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്നു. ശരിയാണ്. ഖൈബർ ചുരമാണെങ്കിൽ പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി നിർണയം നടത്തിയതാരാണ്? സർ സിറിൽ റാഡ്ക്ലിഫ്. അതുകൊണ്ടാണ് റാഡ്ക്ലിഫ് രേഖ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി നിർണയം നടത്തിയത് ആരാണ്? സർ സിറിൽ റാഡ്ക്ലിഫ് ആണ്. പാക് കടലിടുക്ക് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? പാക് കടലിടുക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ബംഗാൾ ഉൾക്കടലിലാണ് പാക് കടലിടുക്ക് സ്ഥിതി ചെയ്യുന്നത്. ബംഗാൾ ഉൾക്കടൽ, അറബിക്കടലല്ല, ബംഗാൾ ഉൾക്കടലിലാണ് പാക് കടലിടുക്ക് സ്ഥിതി ചെയ്യുന്നത് എന്ന് ഓർക്കുക. ഇനി ഇന്ത്യയെ ചൈനയുമായി വേർതിരിക്കുന്ന അതിർത്തി രേഖ ഏതാണ്? മക്മോഹൻ രേഖയാണ്. മക്മോഹൻ രേഖയാണ് ഇന്ത്യയെ ചൈനയുമായി വേർതിരിക്കുന്ന അതിർത്തി രേഖ. ഇന്ത്യയെ അഫ്ഗാനിസ്ഥാനുമായി വേർതിരിക്കുന്ന അതിർത്തി രേഖ ഏതാണെന്ന് ചോദിച്ചാൽ ഡ്യൂറാൻഡ് രേഖയാണ്. ഡ്യൂറാൻഡ് രേഖ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയെക്കാൾ വിസ്തൃതിയുള്ള രാജ്യം ഏതാണ്? ബ്രസീലാണ് ഇന്ത്യയെക്കാൾ വിസ്തൃതിയുള്ള രാജ്യം. ഇപ്പൊ ലോകരാജ്യങ്ങൾ വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ രാജ്യം ഏത്? റഷ്യ. റഷ്യയാണ് ഏറ്റവും വലുത്. കാനഡ രണ്ടാമത്തേത്, USA മൂന്നാമത്തേത്, ചൈന നാലാമത്തേത്, 5 ബ്രസീൽ, 6 ഓസ്ട്രേലിയ, 7 ഇന്ത്യ, അത് കഴിഞ്ഞിട്ടാണ് അർജന്റീന വരുന്നത്. അപ്പൊ ഇന്ത്യയെക്കാളും വിസ്തൃതിയുള്ളത് ഏതാണ്? ബ്രസീലാണ്. ബ്രസീൽ. അപ്പോൾ ഒന്നാമത്തത് റഷ്യയാണ്, ഏറ്റവും വലിയ രാജ്യം റഷ്യ. ശേഷം കാനഡ, രണ്ടാം സ്ഥാനം കാനഡ. മൂന്നാമത്തത് USA, നാലാമത്തത് ചൈന, അഞ്ചാമത്തത് ബ്രസീൽ, 6 ഓസ്ട്രേലിയ, 7 ഇന്ത്യ. ഓക്കെ. ഇനി ഉത്തരാർദ്ധഗോളത്തിലെ ഏറ്റവും വലിയ രാജ്യം, നോർത്തേൺ ഹെമിസ്ഫിയറിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ റഷ്യയാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ചോദിച്ചാൽ ഓപ്ഷൻ ബി അൾജീരിയ. അൾജീരിയയാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യ. 2023 കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യയാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം ഏതാ? വത്തിക്കാൻ. വത്തിക്കാനാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ് ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഇപ്പൊ ദക്ഷിണ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാലും ആനമുടിയാണ്. 2695 മീറ്റർ ആണ് ആനമുടിയുടെ ഉയരം. 2695 മീറ്റർ. ആനമുടി സ്ഥിതി ചെയ്യുന്നത് ആനമല കുന്നുകളിലാണ്. ഇപ്പൊ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാ? ജിന്താഗഡ പീക്ക്. ജിന്താഗഡ പീക്കാണ് പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഇനി ഓപ്ഷൻ എ ദോഡാബെട്ട. ദോഡാബെട്ട നീലഗിരി കുന്നുകളിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ്. നീലഗിരി കുന്നുകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ദോഡാബെട്ട. സത്പുര ഹിൽസിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാ? ധൂപ്ഗാർഹ്. സത്പുര ഹിൽസിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ധൂപ്ഗാർഹ്. ആരവല്ലി നിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാ? മൗണ്ട് ഗുരു ശിഖർ. മൗണ്ട് ഗുരു ശിഖർ ആണ് ആരവല്ലി നിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഛോട്ടാ നാഗ്പൂർ. ഛോട്ടാ നാഗ്പൂരിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം ഏതാണ്? പരസ്നാഥ് കുന്നുകളാണ്. പരസ്നാഥ് കുന്നുകൾ. അപ്പോൾ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ജിന്താഗഡ. നീലഗിരി കുന്നുകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ദോഡാബെട്ട. സത്പുര ഹിൽസിലാണെങ്കിൽ ധൂപ്ഗാർഹ്. ആരവല്ലി നിരയാണെങ്കിൽ മൗണ്ട് ഗുരു ശിഖർ. ഛോട്ടാ നാഗ്പൂർ ആണെങ്കിലോ പരസ്നാഥ് കുന്നുകളാണ്. പരസ്നാഥ് കുന്നുകൾ. ഇനി ദക്ഷിണ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാൽ മീശപ്പുലിമലയാണ്. ദക്ഷിണ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി മീശപ്പുലിമല. പശ്ചിമഘട്ട മലനിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത്, കേരളത്തില്. അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ശുദ്ധജല തടാകമല്ലാത്തത് ഏത്? ശുദ്ധജല തടാകമല്ലാത്തത് സംഭാർ തടാകമാണ്. സംഭാർ തടാകം. തടാകങ്ങളെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ലിംനോളജി. ലിംനോളജി എന്നതാണ് തടാകങ്ങളെ കുറിച്ചുള്ള പഠനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏതാ? ചിൽക്ക ലേക്കാണ്. ചിൽക്ക ലേക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഒഡീഷ. ഒഡീഷയിലാണ് ചിൽക്ക ലേക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം ഏതാ? അതും ചിൽക്ക തന്നെയാണ്. ഇന്ത്യയിലെ
ഏറ്റവും വലിയ ലവണ തടാകം ചിൽക്കയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാംഭാർ ആണ്. സാംഭാർ രാജസ്ഥാനിലാണ് സാംഭാർ അല്ലെങ്കിൽ സംഭാർ തടാകം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകമാണ് സാംഭാർ അല്ലെങ്കിൽ സംഭാർ. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻ എ വൂളാർ. വൂളാർ തടാകത്തിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന നദി ഏത്? ഝലം നദിയാണ്. വൂളാർ തടാകത്തിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന നദി ഏതാണ്? ഝലം നദി. ഇനി ലോക്തക് തടാകം എപ്പോഴും PSC ചോദിക്കാറുണ്ട്. ലോക്തക് തടാകം ലോകത്തിലെ തന്നെ ഏക ഒഴുകുന്ന തടാകമാണ്. ലോക്തക് തടാകം മണിപ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേബിൾ ലാംജാവോ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ലോക്തക് തടാകത്തിലാണ്. ഏതാ സംസ്ഥാനം? മണിപ്പൂർ. കേബിൾ ലാംജാവോ നാഷണൽ പാർക്ക് ലോകത്തിലെ തന്നെ ഏക ഒഴുകുന്ന തടാകം. PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ലോക്തക് തടാകമാണ്. ലോക്തക് തടാകം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? നർമ്മദ നദിയിലാണ് സർദാർ സരോവർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അണക്കെട്ടുകളും അവ സ്ഥിതി ചെയ്യുന്ന നദികളും നോക്കാം. അലമാട്ടി ഡാം PSC എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അലമാട്ടി ഡാം കൃഷ്ണ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൃഷ്ണ നദിയിൽ സ്ഥിതി ചെയ്യുന്ന മറ്റ് അണക്കെട്ടുകൾ ഏതൊക്കെ? നാഗാർജുന സാഗർ ഡാം, ശ്രീശൈലം ഡാം. അപ്പൊ അലമാട്ടി ഡാം, നാഗാർജുന സാഗർ ഡാം, ശ്രീശൈലം ഡാം. ഏത് നദി? കൃഷ്ണ നദി. ഉറി അണക്കെട്ട് ഝലം നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉറി അണക്കെട്ട് ഝലം നദി. ബഗ്ലിഹാർ അണക്കെട്ടോ? ബഗ്ലിഹാർ അണക്കെട്ട് ചിനാബ് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സത്ലജ് നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അണക്കെട്ടാണ് ഭക്രാനങ്കൽ അണക്കെട്ട്. അപ്പോൾ ഓപ്ഷൻ സി സത്ലജ് റിവർ അല്ലേ? ഭക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സത്ലജ് നദിയിലാണ്. ഇനി ഓപ്ഷൻ ഡി മഹാനദിയിൽ സ്ഥിതി ചെയ്യുന്നത് ദുധുവ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് മഹാനദിയിലാണ്. അപ്പൊ നർമ്മദ നദിയിൽ സർദാർ സരോവർ അണക്കെട്ട്, കൃഷ്ണ നദിയിൽ അലമാട്ടി, നാഗാർജുന സാഗർ, ശ്രീശൈലം അണക്കെട്ട്, സത്ലജിലോ ഭക്രാനങ്കൽ അണക്കെട്ട്. പോങ് അണക്കെട്ട്, പോങ് ഡാം ഏത് നദിയിലാണ്? ബിയാസ് നദിയിലാണ് പോങ് ഡാം സ്ഥിതി ചെയ്യുന്നത്. ബിയാസ് നദി. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ഏതാണ്? തെഹ്രി ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാ? ഭഗീരഥി നദി. സംസ്ഥാനം ഉത്തരാഖണ്ഡ്. അപ്പൊ തെഹ്രി ഡാം ആണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട്. നീളം കൂടിയ അണക്കെട്ട് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി മഹാനദിയാണ്. അപ്പൊ ഹിമ എന്ന് ഓർത്താൽ മതി. ഹിരാക്കുഡ് മഹാനദി. ഒഡീഷ ഏത് സംസ്ഥാനത്താണ്? ഒഡീഷ. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുഡ് അണക്കെട്ടാണ്. ഹിരാക്കുഡ് ഡാം ആണ് സ്ഥിതി ചെയ്യുന്നത് മഹാനദിയിലാണ്. സംസ്ഥാനം ഒഡീഷ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ഏതാണ്? തെഹ്രി ഡാം ആണ്. ഭഗീരഥി നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഉത്തരാഖണ്ഡ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതാണ്? റൂർക്കേലയാണ് ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ എന്ത് ചെയ്തത്? സ്ഥാപിതമായത്. ബൊക്കാറോ RBOJ എന്ന് ഓർത്താൽ മതി. റഷ്യ. ബൊക്കാറോ ജാർഖണ്ഡ്. ദുർഗാപൂർ ആരുടെ സഹായത്തോടെയാണ്? ബ്രിട്ടന്റെ സഹായത്തോടെ. വെസ്റ്റ് ബംഗാളിലാണ് ദുർഗാപൂർ അണക്കെട്ട് സ്ഥാപിതമായത്. ബ്രിട്ടന്റെ സഹായത്തോടെ വെസ്റ്റ് ബംഗാളിൽ ദുർഗാപൂർ. ഭിലായി RBC എന്ന് ഓർത്താൽ മതി. RBC റഷ്യയുടെ സഹായത്തോടെ. ഭിലായി എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ് സ്ഥാപിതമായത്. ഛത്തീസ്ഗഡിൽ. അപ്പോൾ ദുർഗാപൂർ UK സഹായത്തോടെ അല്ലെങ്കിൽ ബ്രിട്ടന്റെ സഹായത്തോടെ സ്ഥാപിതമായി. ബൊക്കാറോ ജാർഖണ്ഡിലാണ് റഷ്യയുടെ സഹായത്തോടെ. റൂർക്കേല ജർമ്മനിയുടെ സഹായത്തോടെയാണ് സ്ഥാപിതമായത്. ഭിലായി ആണെങ്കിൽ റഷ്യയുടെ സഹായത്തോടെ ഛത്തീസ്ഗഡിലാണ് സ്ഥാപിതമായത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.